ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പൾസർ RS200ൻ്റെ ഓയിൽ ചേഞ്ചാണ്. ഓക്കെ, ഞാൻ ഉപയോഗിക്കുന്നത് മോട്ടലിൻ്റെ എഞ്ചിൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഫുള്ളി സിന്തറ്റിക് ആയിട്ടുള്ള 20 വോൾട്ട് 50യുടെ മോട്ടലിൻ്റെ ഈ എഞ്ചിൻ ഓയിൽ തന്നെയാണ്. ഓക്കെ, ഇതാണ് നല്ലത്. ഓക്കെ, ഇത് പിന്നെ ഓയിൽ ഫിൽറ്റർ, പിന്നെ ഇത് മാറ്റുന്നതിന് വേണ്ടി നമുക്ക് ടൂളുണ്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇതൊരു സ്ക്രൂ ഡ്രൈവർ, ഒരു പ്ലെയർ, 18ൻ്റെ ഒരു റിംഗ് സ്പാനർ, ഇത്രയും മതി നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി. RS200 ഒത്തിരി ഫെയറിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതെല്ലാം റിമൂവ് ചെയ്യാനായിട്ട് അല്ലാതെ ഈ കവറുണ്ടല്ലോ ഇത് റിമൂവ് ചെയ്യണം. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് ഓയിൽ ഫിൽറ്ററിൻ്റെ അടുത്ത് ഇതുപോലത്തെ കവറുണ്ട്. 4 സ്ക്രൂ എടുത്ത് കഴിയുമ്പോൾ ഇത് റിമൂവ് ചെയ്ത് നമുക്ക് ഇതിനകത്തുനിന്ന് വേണം ഓയിൽ സ്ട്രെയിനർ എടുത്ത് ക്ലീൻ ചെയ്യുന്നതിനും. ഈ ബോൾട്ടാണ് ഓയിൽ ഡ്രെയിൻ ബോൾട്ട്. ഈ ബോൾട്ടും നമുക്ക് അഴിക്കണം. ഈ ബോൾട്ട് അഴിക്കുന്നതിനും എളുപ്പം ഈ ഫെയറിംഗ് എടുത്ത് മാറ്റിയാലാണ് കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ ഇതെല്ലാം കൂടി കളക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു പാത്രവും കരുതുക. പാത്രം മീൻസ് എന്തെങ്കിലും ഒരു വേസ്റ്റ് പാത്രം മതി. ഞാനൊരു ചട്ടിയാണ് ഇവിടെ, പഴയൊരു കൺസ്ട്രക്ഷൻ ഉപയോഗിച്ചൊരു ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, തുടങ്ങാം. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇതിപ്പം വളരെ തണുത്ത എഞ്ചിനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് കുറച്ച് നേരം വണ്ടി സ്റ്റാർട്ടാക്കി നിർത്തിയത്. ഒരു 10 മിനിറ്റ് സ്റ്റാർട്ടാക്കി നിർത്തി. കാരണം എഞ്ചിൻ ചൂടായിരിക്കുമ്പോൾ അതിൻ്റെ വിസ്കോസിറ്റി ഇച്ചിരി കുറയുകയും നമുക്ക് ഡ്രെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. കോൾഡ് എഞ്ചിൻ ആയതുകൊണ്ടാണ് ചെയ്തത്. അല്ലാതെ നിങ്ങൾ വണ്ടി ഓടിച്ച് വല്ലതും പോയി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തേണ്ട കാര്യമില്ല. ഓക്കെ, നമുക്കിനി ഇത് ഡ്രെയിൻ ചെയ്യും. ഇപ്പോൾ നല്ല ചൂടായിരിക്കും. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം കയ്യിലൊന്നും വീഴാതിരിക്കാൻ. ഒരു പാത്രം കറക്റ്റായിട്ട് വെച്ചാൽ ആ ബോൾട്ട് നമ്മൾ പിടിക്കാതെ ഫുള്ള് ബോൾട്ട് ഇളക്കി ആ ഡ്രെയിൻ ചെയ്യുന്ന ആ പാത്രത്തിലേക്ക് തന്നെ വീഴാൻ നോക്കണം. കയ്യിലൊന്നും വീഴരുത്. നല്ല തിളച്ചിരിക്കുകയായിരിക്കും നമ്മുടെ എൻജിൻ ഓയിൽ. ഓക്കെ, അത് മാത്രം എപ്പോഴും ശ്രദ്ധിക്കുക. വാ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ടൂളും എടുത്ത് അടുത്ത് തന്നെ വയ്ക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓടി നടക്കേണ്ടതായിട്ട് വരും. ആദ്യം ഞാൻ ചെയ്യുന്ന ഈ പാത്രം ഇത് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി കറക്റ്റായിട്ട് അടിയിലായിട്ട് തന്നെ വയ്ക്കുക. അതിനുശേഷം സ്പാനർ എടുത്ത് തിരിച്ച് താക്കുക, താഴേക്ക് വെക്കുക. ഇത് താഴേക്ക് കറക്കുക. ഇത് അഴിക്കുമ്പോൾ തന്നെ ഓയിൽ വെള്ളിലോട്ട് വരാൻ തുടങ്ങും. അതുകൊണ്ട് ബോൾട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യണമെങ്കിൽ കൈകൊള്ളു. കാരണം പ്രോപ്പർ ടൂളുണ്ടെങ്കിൽ എളുപ്പമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്തതുപോലെ ഒരു പ്ലെയർ ഇട്ട് ബാക്കി കറക്കിയെടുക്കുക. ഓയിൽ സ്ട്രെയിനർ കൂടി ഊറിയെടുത്ത് ക്ലീൻ ചെയ്യണം. ഓയിൽ അത്രയ്ക്ക് കേടായിട്ടില്ലായിരുന്നു. കാരണം ഞാനിത് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ആണ് ഇപ്പോൾ ചെയ്തത്. ഇനി നമ്മൾ ഈ ഓയിൽ സ്ട്രെയിനർ എടുത്ത് നമ്മുടെ ഇത് ഒരു മാഗ്നറ്റാണ്. നമ്മുടെ മെറ്റൽ പാർട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിനകത്ത് ചെറിയൊരു മാഗ്നറ്റ് പാർട്ട് അതിൽ പിടിച്ചിരിക്കും. ഇതിപ്പോൾ നല്ല ക്ലീനാണ്. കാരണം ഞാൻ ഇപ്പോൾ പ്രോപ്പറായിട്ട് ഓയിൽ സർവീസൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ക്ലീനായിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഭയങ്കര കറുത്ത് വൃത്തികേടായിട്ടിരിക്കേണ്ടതാണ് ഈ ഓയിൽ സ്ട്രെയിനർ. ഇപ്പോൾ നല്ല ക്ലീനാണ്. നമുക്കിത് ഒന്ന് ഡെമോ പർപ്പസിന് വേണ്ടി ഒന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ, ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റിയ സാധനം എന്ന് പറഞ്ഞാൽ WD-40 തന്നെയാണ് എപ്പോഴും. നമ്മളടുത്തെടുത്ത് വെച്ചിട്ട് ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം ഓക്കെ, എന്തെങ്കിലും തുരുമ്പോ എന്തെങ്കിലും കൊണ്ട് എല്ലാം ക്ലീൻ ചെയ്ത് കിട്ടും. തുടയ്ക്കുക. ഇപ്പം നല്ല ക്ലീനായില്ലേ? ഓയിൽ സ്ട്രെയിനർ നേരത്തെക്കാളും ക്ലീനായി. ഇത് വളരെ അത്യാവശ്യമുള്ള സാധനമാണ്. ഇത് ക്ലീൻ ചെയ്യണം. ഇനി നമ്മൾ അപ്പുറത്തെ ഓയിൽ ഫിൽറ്റർ ഇളകണം. അതിന് വേണ്ടത് 8ൻ്റെ ഒരു ടീ സ്പാനറാണ് എളുപ്പം. മറ്റേത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതും ഒരു പ്ലെയറുമാണ് വേണ്ടത്. ബാ, നമുക്കിനി ഓയിൽ ഫിൽറ്റർ ഇളക്കാം. ഈ 2 സ്ക്രൂ ആണ് ഇളക്കേണ്ടത്.
ഫിൽറ്റർ ചെയ്യുമ്പോൾ അത് കുറച്ച് ഓയിൽ ഇട്ടുണ്ട്, അതെല്ലാം നമുക്ക് തുടച്ചെടുക്കണം. അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. നമുക്ക് ഇച്ചിരി ചൂടാണ് ഇപ്പോൾ ക്ലീനാണ്. ഇത് പുതിയ എയർ ഫിൽറ്ററാണ്, സോറി ഓയിൽ ഫിൽറ്ററാണ്. ബജാജിൻ്റെ ഒറിജിനൽ, പൊട്ടിച്ചിട്ടില്ല. ഇതാണ് പുതിയ ഓയിൽ ഫിൽറ്റർ. ഇങ്ങനെ ഇരിക്കും. ഇത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഓയിൽ ഫിൽറ്റർ, വ്യത്യാസം കണ്ടില്ലേ? പക്ഷേ ഇത്രയൊന്നും അല്ല, ഇത് അധികം ഒന്നും കേടാവാത്തതാണ്. ഞാൻ മോട്ടറിൻ്റെ ഓയിൽ ഒഴിച്ചത് കൊണ്ട് ആ ഒരു കളർ പിടിച്ചതാണെന്ന് തോന്നുന്നത്, അല്ലാതെ അത്ര മോശമല്ല ഇത്. ഓക്കെ, എന്നാലും ഇതാണ് പുതിയത്, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ കുറച്ച് ഇവിടെ ഒരു ചെറിയൊരു ലൂബ് കൊടുക്കുക, ടൈറ്റായിട്ടിരിക്കുന്നതിന് വേണ്ടി. പഴയത് തന്നെ എടുത്ത് അത് ചെറുതായിട്ടൊന്ന് തേച്ചാൽ മതിയാവും. എന്നിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ഇതിനകത്തേക്ക് വയ്ക്കുക. ഇരുന്നു. ഇനി നമ്മൾ തിരിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത്, ഇവിടെ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, ശേഷം തിരിച്ച് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ഇനി നമ്മൾ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് ഓയിൽ സ്ട്രെയിനറും ഇതിൻ്റെ ഡ്രെയിൻ ബോൾട്ടും തിരിച്ച് വയ്ക്കണം. ഇനി നമുക്ക് ഈ ഓയിലിൻ്റെ ഇത് പ്രോപ്പറായിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഡിസ്പോസ് ചെയ്യാം. ചെടിയുടെ ചുമട്ടിലൊന്നും ഒഴിക്കരുത്, മാറ്റി വയ്ക്കാം തൽക്കാലം. അത് നമുക്ക് പ്രോപ്പറായിട്ട് ക്ലോസറ്റെല്ലാം ഒഴിച്ചളയാം, അതാണ് ഏറ്റവും നല്ലത്. ഇനി നമ്മളിത് തിരിച്ച് വെക്കണം. ഇങ്ങനെയാണ് വെക്കേണ്ടത്. പൊടിയൊന്നും ഉണ്ടാവാതെ നോക്കണം. നമ്മുടെ ബോൾട്ട്, ഡ്രെയിൻ ബോൾട്ട് അതുപോലെ ടൈറ്റ് ചെയ്യണം. പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യണം, നല്ലോണം ടൈറ്റ് ചെയ്യണം. പുതിയ ഓയിൽ ഒഴിക്കണം. ഇത് 1.5 ലിറ്ററിൻ്റെയാണ് ഈ കപ്പ് ഇതുള്ളത്. നമുക്കിൽ 1.2 ലിറ്റർ മതിയാവും നമ്മുടെ ഇതിനകത്ത്. അത് നമുക്ക് ഒഴിക്കാം. അപ്പുറത്തെ സൈഡാണ് ഒഴിക്കേണ്ടത്. ഇത് അളക്കുന്നതിനുള്ള ഒരു മെഷറിങ് കപ്പൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. വണ്ടി ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നോക്കാം. ഇത് മിനിമം, ഇത് മാക്സിമത്തിൻ്റെ അവിടെ ഇവിടെ വരുമ്പോഴേക്കും നമ്മൾ നിർത്തിയാൽ മതിയാവും. ഓക്കെ, വണ്ടി സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുമ്പോഴേക്കും നമ്മുടെ മാക്സിമം എന്നുള്ള ആ ഒരു ഇതിൽ ആ ഒരു മാർക്കിങ്സിൻ്റെ അവിടെ ഈ ഓയിൽ ലെവൽ വന്ന് നിൽക്കണം. ഓക്കെ, ക്യാപ്പ് അടയ്ക്കണം. ഒന്ന് പ്ലെയർ വെച്ച് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കണം. ബാക്കിയുള്ള ഓയിൽ അടച്ചു വയ്ക്കുക. പിന്നീട് നമുക്ക് ഇത് ടോപ്പപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഇപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചു. ഇനി ഒന്ന് വണ്ടി ഓൺ ചെയ്ത് ഒരു 2 മിനിറ്റ് ഒന്ന് നിർത്താം. കാര്യം ഓയിൽ ഫുള്ള് ഡ്രെയിൻ ചെയ്തതല്ലേ, തിരിച്ച് അതുപോലെ സർക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഓൺ ചെയ്ത് വെക്കണം. ഓക്കെ, ഇങ്ങനെയാണ് പൾസർ RS200ൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത്, ഓയിൽ ഫിൽട്ടർ ചേഞ്ച് ചെയ്യുന്നതും നമ്മുടെ ഓയിൽ സ്ട്രെയിനർ ക്ലീൻ ചെയ്യുന്നതും. ഓക്കെ,
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പ്ലീസ്.